ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ കപ്പ പുഴുങ്ങിയതും ബീഫ് മുളകിട്ട് ഒരു കറി വെച്ചതുമാണ്. ഇത് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. ഇതിനു വേണ്ടി കഴുകി വൃത്തിയാക്കിയ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും എടുക്കുക, ഒരു കഷ്ണം കറുവാപ്പട്ട, കുറച്ച് പെരിഞ്ജീരകം, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് മുറുക്കിയിട്ടതാണ്. ഇതിലേക്ക് നമുക്ക് വലിയൊരു സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്, ജസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം ഒരു നാരങ്ങയുടെ നീരും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കുക. ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം 2 സവാള അരിഞ്ഞത്, ഒരു 2 തക്കാളി അരിഞ്ഞത്, പിന്നെ നല്ല എരിവുള്ള മുളക് ഒരു 4 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം 3 വിസിൽ വരണ വരെ ലോ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട്. നമ്മുടെ ബീഫ് ഇവിടെ വേകുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് കപ്പ എടുത്ത് വൃത്തിയാക്കി ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്ക് വാങ്ങിയേക്കാം. അപ്പോൾ നമ്മുടെ നാടൻ കപ്പയും ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.